ഇന്ന് കെട്ട് കണക്കിന് കൊള്ളി നടാൻ പോവുകയാണ്. അപ്പോൾ കൊള്ളിയുടെ വാരം കോരി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കൊള്ളിത്തണ്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമുക്ക് കൊള്ളിത്തണ്ട് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ലെവലാക്കിയതിന് ശേഷം നട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വാരം കോരി ഇട്ടേമേ വെറുതെ വേറെ വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ കൊള്ളിത്തണ്ട് ഓരോന്നായിട്ട് കുത്തി കൊടുക്കുകയാണ്. അപ്പോൾ കൊള്ളിത്തണ്ടെന്ന് വെച്ചാൽ പല സൈസിലുള്ള കൊള്ളികളുണ്ട് കേട്ടോ. ചുവന്നിട്ടുള്ള കൊള്ളിയുണ്ട്, വെള്ള കൊള്ളിയുണ്ട്, അങ്ങനത്തെ 2-3 ടൈപ്പ് കൊള്ളികളുണ്ട്. അപ്പോൾ ഒക്കെ ഒരേ അളവിന് കറക്റ്റായിട്ട് അതിൻ്റെ മുകൾ വശം നോക്കി ഒക്കെ വെട്ടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുത്തി കൊടുത്തു. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുറച്ച് കുമ്പിൾ കുത്തിയിട്ട് പ്ലാവിൻ്റെ ഇല കുത്തിയിട്ട് മുകളിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഇപ്പോൾ ചൂടധികം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പണ്ടത്തെ ഒരു സ്റ്റൈലിൽ അപ്പോൾ അതേ കുമ്പിളൊക്കെ കുത്തി ലെവലാക്കി എടുത്ത് ഇനി നമുക്ക് കൊള്ളിക്കൊക്കെ കുത്തി കൊടുത്ത് സെറ്റാക്കണം. അപ്പോൾ അതേ കൊള്ളിക്കൊക്കെ കുത്തി കൊടുത്ത് ലെവലാക്കി സെറ്റാക്കി. ഇപ്പം നമ്മുടെ കൊള്ളിയുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നനച്ച് കൊടുക്കണം കേട്ടോ. 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുത്തിരുന്നു. അപ്പോൾ അതേ കൊള്ളി ഇതുപോലെ മുളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും ഇതുപോലെ മുളകൾ വന്ന് തുടങ്ങി. ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല വെയിലുണ്ട് കൊള്ളി നട്ട സ്ഥലത്ത്. അപ്പോഴേക്കും കുഞ്ഞു കുഞ്ഞു മുളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിലും കാണുമ്പോൾ നല്ലൊരു സന്തോഷം മനസ്സിനൊക്കെ. അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കാം. പിന്നെ ഇലകളൊക്കെ വന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് വളങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങാം. അന്ന് നട്ട കൊള്ളി ഇതുപോലെ മുളച്ച് പൊന്തി ഇലകളൊക്കെ വന്ന് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ട് കൊടുത്ത എല്ലാ കൊള്ളിത്തണ്ടും മുളച്ചിട്ടോ, ഒന്നുപോലും നാശമായിട്ട് പോയിട്ടില്ല. എല്ലാ കൊള്ളിത്തണ്ടും മുളച്ച് ചെറുത് പിന്നെ അതിനേക്കാളും വലുത്, അങ്ങനെ പല വലുപ്പത്തിൽ, ചില വലിപ്പം കൂടി അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ കണ്ട ഞാൻ ചുവപ്പ് കൊള്ളിയുണ്ടെന്ന് പറഞ്ഞില്ല, അതിൻ്റെ തണ്ടുകളൊക്കെ റെഡ് കളറ് അതിന് ഇലയുടെ തണ്ടിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് അതിൻ്റെ ഇലയുടെ തണ്ടിയിലൊക്കെ ഒരു വെള്ള കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇലയുടെയൊക്കെ ഉണ്ട് ഒരു ഷേപ്പ് വ്യത്യാസം, ഒരു ഡിസൈനൊക്കെ കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം നല്ല അടിപൊളി സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിന് ഫസ്റ്റ് വളം നമ്മൾ കൊടുത്തിരുന്നു. ഫാക്ടംബോസാണ് ഇട്ട് കൊടുത്തത്. ഫാക്ടംബോസും പൊട്ടാഷ്യം കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കട കുറച്ച് മാറിയിട്ട് അത് ഇട്ട് കൊടുത്ത് കടയിൽ കുറച്ചും കൂടി മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിരുന്നു. അതിൽ 3 ദിവസം കൂടുമ്പോൾ നനച്ച് കൊടുക്കുന്നുണ്ട്. അധികമായിട്ടല്ല, എന്നാലും മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മൾ നനച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 2ാമത്തെ വളം കൊടുക്കാറായി. അപ്പം എന്തായാലും എൻ്റെ കൊള്ളിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.